പറയുന്നത് എന്റെ അടക്കം ഒരാളുടെയും വണ്ടി പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ UDF നേതാക്കന്മാരുടെ വണ്ടി മാത്രം തെരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കാൻ ചെയ്തപ്പോൾ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്റെ പരിശോധിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. എന്റെ വണ്ടി പരിശോധിച്ചു. ഞാൻ പരിശോധനയ്ക്ക് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയനാണ്, അവരും വിധേയരാണ്. പക്ഷേ തെരഞ്ഞുപിടിച്ച് UDF നേതാക്കന്മാരുടെ മാത്രം. കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടാക്കിയത് മന്ത്രി SP വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ 2 വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. അതിന്റെ പണി അവിടെ കിട്ടിയതാണ്. എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട, വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട. അല്ലല്ല, ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും. എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ഞാനടക്കം. പക്ഷേ UDF നേതാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. നിങ്ങൾ അവിടെ ചെയ്തെന്താണ്? അവര് ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു, ഇറങ്ങി പുറത്തു നിൽക്കാൻ. അദ്ദേഹം പുറത്തിറങ്ങി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി വെക്കാൻ പറഞ്ഞു. ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് MP പെരുമാറിയത്. ഡിക്കി വെക്കാൻ പറഞ്ഞു, തന്റെ വണ്ടിയുടെ ഡിക്കി വെക്കി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട്. താൻ ആ പെട്ടി തുറക്കണമെന്ന്. അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അല്ലല്ല 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 ഞാൻ ചോദിക്കട്ടെ വീഡിയോ പോയത് പോലീസിന്റെ വീഡിയോ ആണ് പോയത്. പോലീസിന്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളൂ.